കർണാടകയിൽ മുഖ്യമന്ത്രി പദം ഇന്ന് രാജിവെച്ചേക്കുമെന്ന സൂചനകൾക്കിടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രഭാത ഭക്ഷണ കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയ DK ശിവകുമാർ സിദ്ധരാമയ്യയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം തേടി. മന്ത്രിമാർക്ക് നന്ദി പറയാനാണ് മുഖ്യമന്ത്രി പ്രാതലിന് ക്ഷണിച്ചതെന്ന് മന്ത്രി G. പരമേശ്വര പ്രതികരിച്ചു. Chief Minister has called all the ministers for a breakfast, and before he submits the resignation, he wants to thank all the ministers for their cooperation and things like that. That's why he has called a breakfast meeting. These decisions have to be taken by the High Command. So I at this point of time, I am not aware whether he was offered a position in Delhi. It is up to the High Command. But sir, പ്രാതൽ വിരുന്നിന് ശേഷം DK ശിവകുമാർ മാധ്യമങ്ങളെ കണ്ടേക്കും. അതിനിടെ DK ശിവകുമാറിനായി മൈസൂരുവിൽ അനുയായികൾ പ്രത്യേക പൂജ നടത്തി. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് സജു ചാമക്കാലയിൽ ചേരുന്നു. സജു, സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ തുടർന്ന് അദ്ദേഹത്തിന് എന്തായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നത് രാജ്യസഭാംഗത്വമാണ്. പക്ഷേ അതിൽ സിദ്ധരാമയ്യ വഴങ്ങുമോ എന്ന കാര്യം ഇപ്പോഴും തീർച്ചയില്ല. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരികയാണല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, എന്തായാലും കഴിഞ്ഞ 1.5 വർഷമായി നീണ്ടുനിന്ന മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടികളും നാടുകളും ഇന്നത്തോടുകൂടി പര്യവസാനത്തിലേക്ക് എത്തുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും അല്പസമയം മുൻപാണ് DK ശിവകുമാറും അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരും സിദ്ധരാമയ്യയുടെ വസതിയിലേക്ക് ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന കാവേരി എന്ന വസതിയിലേക്ക് എത്തിയത്. ഇവിടെ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മന്ത്രിമാരും അതോടൊപ്പം തന്നെ MLA-മാരും MLC-മാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ തിരക്കുകൾ. അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യ പക്ഷക്കാരും DK പക്ഷക്കാരുമായിട്ടുള്ള പ്രവർത്തകരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ പോലീസ് വിന്യാസമൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും 3 വർഷം പൂർത്തിയാക്കിയിട്ടും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഡൽഹിയിലേക്ക് ഇരു നേതാക്കളെയും ഹൈക്കമാൻഡ് നേരിട്ട് വിളിപ്പിക്കുകയും ഇരുവരുമായി ചർച്ച നടത്തുകയും ഒടുവിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് രാജ്യസഭാ സീറ്റ് നൽകുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം മുൻപോട്ട് വെച്ച തൻ്റെ മകൻ യതീന്ദ്രയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ രാജിക്ക് സന്നദ്ധ അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3:30 അദ്ദേഹം രാജിവെക്കുമെന്നുള്ള വാർത്തയാണ് ഇന്നലെ വന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോയിരിക്കുകയാണ്, മധ്യപ്രദേശിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇന്ന് രാജി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ചില അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. ചില അസ്വാരസ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് G. പരമേശ്വരയെ വീണ്ടും മുഖ്യമന്ത്രി ആക്കണമെന്നുള്ള ആവശ്യവുമായി ചില MLC-മാരും അതോടൊപ്പം തന്നെ ചില MLA-മാരും മന്ത്രിമാരും ഒരു വിഭാഗവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്മേലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ തൃപ്തിയോടുകൂടി അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അദ്ദേഹം ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് കർണാടകയിലേക്ക് വന്നത്. അദ്ദേഹം അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തി. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വിഭാഗം മന്ത്രിമാർ പറയുന്നത് ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന DK ശിവകുമാർ ഇപ്പോൾ മുഖ്യമന്ത്രി ആവേണ്ട ആവശ്യമില്ല, ഇപ്പോഴത്തെ സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയെ തുടരണമെന്നുള്ളതാണ്. അത് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം ഉണ്ടാകിയത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മന്ത്രിമാരുടെയും MLA-മാരുടെയും തീരുമാനം അനുസരിച്ചായിരിക്കണം അത്തരം ഒരു മാറ്റം വേണമോ വേണ്ടോ എന്നുള്ളൊരു കൃത്യമായിട്ട് ഉത്തരമുണ്ടാവുക. പക്ഷേ എന്തായാലും ഹൈക്കമാൻഡിൻ്റെ ഒരേ അഭിപ്രായം എന്ന് പറയുന്നത് DK ശിവകുമാർ മുഖ്യമന്ത്രിയാകണം, സിദ്ധരാമയ്യ മാറി നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ നവംബറിലായിരുന്നു 2.5 വർഷക്കാലം പൂർത്തിയാകുന്നത്. പക്ഷേ 2.5 വർഷക്കാലം പൂർത്തിയായി. ഈ മാസം 20-ാം തീയതിയാണ് 3 വർഷത്തോളം അദ്ദേഹം പൂർത്തിയായി. ഏറ്റവും കൂടുതൽ തവണ കർണാടക മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ഇപ്പോൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി മുഖ്യമന്ത്രിയെ തുടരണ്ട എന്നുള്ള ആവശ്യം ഹൈക്കമാൻഡ് അത്ര ഒരു കടുത്ത നിലപാടിലേക്ക് പോകാൻ കാരണം ഹൈക്കമാൻഡ് നേരത്തെ തന്നെ സജു, കർണാടക മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനം കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നെന്ന് തോന്നുന്നു. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് MLA-മാരുടെ പിന്തുണയായിരുന്നില്ല നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കണക്കാക്കിയിരുന്നത്. പകരം ജനകീയ പിന്തുണ ആർക്ക് എന്ന ഘടകമായിരുന്നു. കർണാടകയിൽ നോക്കുകയാണെങ്കിൽ കർണാടകയിൽ സിദ്ധരാമയ്യയെ അനുകൂലിക്കുന്നവരാണ്. മലയാളിയായ KJ ജോർജ് അടക്കമുള്ള ഭൂരിപക്ഷം MLA-മാരും സിദ്ധരാമയ്യക്കൊപ്പമാണ്. പക്ഷേ
ആ കാര്യത്തിൽ സംഘടനാപരമായ കാര്യങ്ങൾ കൂടി വിലയിരുത്തേണ്ടതുണ്ട്. അത് ജനകീയതയ്ക്കപ്പുറം കർണാടകയിൽ ആ കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ന കാര്യം കൂടി കണക്കിലെടുത്തിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ DK ശിവകുമാറിന് MLA-മാരുടെ പിന്തുണ കുറവായിട്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശ്ചയിക്കാനുള്ള കാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.